കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഇന്ന് ആറാട്ടാണ്. മഹാരഥോത്സവമായിരുന്നു. ആയിരക്കണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്. നമുക്ക് ആറാട്ടിൻ്റെ വിശേഷങ്ങളിലേക്കും ഇന്നത്തെ ഉത്സവ വിശേഷങ്ങളിലേക്കും ഒക്കെ വരാം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രോത്സവം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്ന് ദേവിയുടെ തിരു ആറാട്ട് നടക്കും. വൈകിട്ട് 7 മണിയോട് കൂടിയാണ് സൗപർണികയിൽ ദേവിയുടെ ആറാട്ട് നടക്കുക. തുടർന്ന് ഓലക മണ്ഡപത്തിൽ വിശ്രമിക്കുന്ന ദേവിയെ പിറ്റേ ദിവസം രാവിലെയാണ് ക്ഷേത്രത്തിലേക്ക് തിരിച്ച് എഴുന്നള്ളിക്കുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ പിള്ള, ദേവിശരണം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലാണ് ഇന്ന് ആറാട്ട് അവിടെ നടക്കുന്നു. ഇന്നലെ രഥോത്സവം തത്സമയം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇന്നത്തെ ചടങ്ങുകൾ എന്തെല്ലാമാണ്, വിശേഷങ്ങൾ എന്തെല്ലാമാണ്? മിഥുൻ പിള്ള പറയൂ. വിനോദ്, നമുക്കറിയാം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ ചടങ്ങുകൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്നാണ് ഈ ആറാട്ട്, ദേവിയുടെ ആറാട്ട് നടക്കുക. സൗവർണിക തീരത്തെ ഓലക മണ്ഡപത്തിൽ അവിടെ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ഈ ഓലക മണ്ഡപത്തിലേക്ക് പോവുക. ശേഷം സൗവർണിക നദിയിൽ ദേവിയുടെ ആറാട്ട് നടക്കുകയും ചെയ്യും. അതിലും വിശേഷാൽ ചടങ്ങുകൾ പങ്കെടുക്കാൻ വേണ്ടി ഒരുപാട് ഭക്തർ ഇന്നും മൂകാംബികയിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 7 മണിയോടുകൂടിയാണ് ഈ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക. രാത്രി 7 മണിയോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക. അന്ന് ഈ ഓക്കുളി മഹോത്സവം ആ സമയത്ത് തുടങ്ങുകയാണ്. നമ്മുടെ ഈ ഉത്തരേന്ത്യയിലൊക്കെയുള്ളൊരു ഹോളിയോട് സാമ്യമുള്ള ഒരുതരം ആചാരം കൂടിയാണത്. തുടർന്ന് ഈ ശാന്തിക്കാരും ഭക്തരും പരസ്പരം നിറങ്ങൾ വാരി എറിഞ്ഞുകൊണ്ടുള്ളൊരു ആഘോഷം കൂടിയാണ്. അതിനുശേഷം ഈ ദേവി വിഗ്രഹത്തിൽ അഭിഷേകം അതിനുശേഷം പുഷ്പാർച്ചന നടത്തുന്നുണ്ട്. തുടർന്നാണ് ക്ഷേത്രത്തിലെ പ്രധാന അർച്ചകൻ ഈ ദേവിയുടെ വിഗ്രഹവുമായി സൗപർണിക നദിയിൽ 3 പ്രാവശ്യം മുങ്ങുന്നത്. അതിനുശേഷം ഈ ദേവിയുടെ ആറാട്ട് കഴിഞ്ഞ ശേഷം ഭക്തരും ഈ ഒരു ആറാട്ട് കഴിഞ്ഞ പുഴയിൽ എല്ലാവരും വീണ്ടും ഒരുമിച്ച് മുങ്ങുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതിനുശേഷം നാളെ രാവിലെ അന്ന് ഈ ആറാട്ടിന് ശേഷം ഈ ഓലക മണ്ഡപത്തിലായിരിക്കും ദേവിയുടെ വിഗ്രഹം വെക്കുക. തുടർന്ന് നാളെ രാവിലെ ഈ ക്ഷേത്രത്തിലേക്ക് തിരികെ ദേവിയുടെ എഴുന്നള്ളത്തുണ്ടാകും. അതിനുശേഷം ഈ കൊടിയിറക്കത്തോടു കൂടിയാണ് ഈ വർഷത്തെ ഒരു ഉത്സവത്തിൻ്റെ സമാപനം ഉണ്ടാവുക. നമുക്കൊരു ഒരുപാട് ഭക്തർ ഇന്നലെയും ഈ ഒരു മഹാരഥോത്സവത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി എത്തിയിരുന്നു. ഈ ഉത്സവാഘോഷ സമാപനത്തോടനുബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ ദേവിയെ മഹാരഥത്തിൽ എഴുന്നള്ളിക്കുക എന്നുള്ളത്. ആ ഒരു ചടങ്ങിലും പങ്കെടുക്കുവാൻ നിരവധി ഭക്തർ ഇന്നലെയും ആ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഏതായാലും ഈ ഒരുപാട് ഭക്തർ ഇന്നും ഈ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ആളുകളോട് ഓരോരുത്തരോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഇവരുടെ ഒരു ചേട്ടാ. എവിടെ നിന്ന് വരുന്നത്? ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ്. എല്ലാ കൊല്ലം വരാറുണ്ട്? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ സുഹൃത്തുക്കളാണ് കൂടെ ഉള്ളവരെല്ലാവരും. അവരെല്ലാ വർഷവും ഇങ്ങനെ വരാറുണ്ട് ഇവിടെ അമ്പലത്തിൽ. എൻ്റെ ആദ്യമായിട്ട് വരുന്നതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? വളരെയധികം സന്തോഷം. കാരണം എന്ന് വെച്ചാൽ ഞാൻ വളരെ കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ എത്തണമെന്നുള്ളത്. പക്ഷെ അതിനുള്ള സമയം എത്തിയത് ഇപ്പോഴാണ്. പ്ലാനിങ് ദേവിയുടേതാണെന്നാണ് പൊതുവെ? തീർച്ചയായിട്ടും അവരുടെ അമ്മയുടെ ഇത് തന്നെയാണ്. തീർച്ചയായും അവരുടെ പ്ലാനിങ് തന്നെ. അതുകൊണ്ടാണ് ഇവിടെ എത്താൻ കഴിഞ്ഞത് എനിക്കിപ്പോൾ. അതിൽ വളരെയധികം സന്തോഷം. ഇന്നലെ ഇപ്പം രഥോത്സവത്തിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പറ്റിയോ? അതിന് പറ്റിയില്ല. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് രാത്രിയായി. ഇന്ന് രാവിലെയാണ് ദർശനത്തിന്. ഇന്ന് എപ്പോഴാണ് മടക്കം? നാളെയുള്ളൂ. ഇന്ന് 3 നേരം ഇവിടെ തൊഴുത് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ ഞങ്ങൾ തിരുവനന്തപുരമാണ്. ഇല്ലല്ല, ഞാൻ 4ാമത്തോട്ടാണ്. നമ്മളെല്ലാ വർഷവും വരാറുണ്ട്. ടൈമിങ്ങൾ നേത്രാവതിക്ക് വരാറുണ്ട്. രാത്രി 10 മണിക്ക് ബൈന്ദൂർ ഇറങ്ങിയിട്ട്. സീസൺ നോക്കാറില്ല. കാരണം നമ്മൾ ഈ ഞായറും തിങ്കളൊക്കെ മാറ്റിയിട്ടുള്ള ദിവസങ്ങളാണ് കൂടുതൽ യൂസ് ചെയ്യുക. ഇട ദിവസങ്ങൾ യൂസ് ചെയ്യും. അപ്പം ഇന്ന് വന്നപ്പോൾ ഉത്സവമാണ്. അപ്പം ഭയങ്കരമായിട്ടുള്ള ഫീലാണ്. നമുക്ക് പറഞ്ഞറിയാൻ പറ്റാത്തൊരു ഫീലുണ്ട്. അപ്പോൾ അത് എല്ലാ വർഷവും കിട്ടാറുണ്ട്. പ്ലാനിങ് അനുസരിച്ച് ഒരിക്കലില്ല. നമ്മൾ എത്രയോ പ്രാവശ്യം ടിക്കറ്റ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്യാറുണ്ട്. കാരണം വരാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. അത് ഈ വിളിച്ചാലല്ലേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകതയൊന്നുമല്ല. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്കിവിടെ വരാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്ക് ഒരു ഭാഗ്യം കൊണ്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മുടക്കം അങ്ങനെ അധികം വന്നിട്ടില്ല. നമുക്ക് കൂടുതൽ പ്രാവശ്യം വേറെ ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്ത് അവരുടെ ടിക്കറ്റിലൊക്കെ വരാൻ ഉള്ള ചാൻസ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ കിട്ടും. നമ്മൾ ഒരുപാട് പുതിയ ആൾക്കാരെ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതെ, നമുക്ക് നല്ല ദർശനം. അതെ, ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്. ഇങ്ങോട്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും പുതിയ ആൾക്കാർ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ പറയണമെന്നുണ്ട്. അങ്ങനെ മെസ്സേജൊക്കെ നമുക്ക് ഇടാറുണ്ട്. അതെ, അല്ല, എല്ലാവരും ഇല്ല, ഞാൻ 4ാമത്തെ വർഷമാണ് വരുന്നത്. നല്ല അനുഭൂതിയാണ്, നല്ല ഇതാണ്. എല്ലാ പ്രാവശ്യവും ഫാമിലി ആയിട്ടാണ് വരുന്നത്. ഈ പ്രാവശ്യം ഫ്രണ്ട്സിൻ്റെ കൂടെ വരാൻ വിചാരിച്ചു.
ഉത്സവത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കറിയാം നാളെ രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടി ഉത്സവാഘോഷ ചടങ്ങുകളുടെ സമാപനമാകും. ഈ കൊടി താഴ്ത്തുന്നതോടുകൂടിയാണ് ഉത്സവാഘോഷ ചടങ്ങുകൾക്ക് സമാപനം കുറിക്കുക. നാളെയും രാവിലെയുമായി ഒരുപാട് ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തും. ചില അവസാന ദിവസമാണ്. ഒരുപാട് ആളുകൾ എത്താനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഏതാണ്ട് 10,000-കണക്കിന് ആളുകൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഇങ്ങോട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരാളോടും കൂടി ചോദിക്കാം. ചേട്ടാ എവിടെ നിന്ന് വരുന്നത്? കോഴിക്കോട്. കോഴിക്കോട് ആദ്യമായിട്ടാണ് വരുന്നത്? അല്ലല്ല, കുറേ 50 വർഷമായി വരുന്നത്. എനിക്ക് 50 വയസ്സായില്ലേ. എങ്ങനെയുണ്ട് ഓരോ തവണ ഇങ്ങനെ വീഴുമ്പോൾ ഗംഭീരമായി തോന്നുന്നുണ്ട് ഇവിടെ. എല്ലാ തവണ ഈ ഉത്സവത്തിന് വരാറുണ്ട്, നവരാത്രിക്ക് വരും. അങ്ങനെയാണ്. പൊതുവേ പിന്നെ ഭയങ്കര തിരക്കല്ലേ എല്ലാ എല്ലാം തിരക്കായി. മുമ്പ് ഇത്രയും തിരക്കൊന്നുമില്ല, ഇപ്പം തിരക്കാൻ തിരക്കായി. ക്യൂ ആണ്, ടോക്കൺ ഭയങ്കര പൈസയാണ്. മുമ്പതൊന്നും ഇല്ലായിരുന്നു. മുമ്പ് ഫ്രീ ആയിട്ട് കൊണ്ട് കയറിയില്ല ഏത് ടൈമിലും 10 വർഷം. ഇപ്പോൾ എല്ലാം ടോക്കൺ എടുക്കണം, വായിക്കണം. സീനിയർ സിറ്റിസൺ ടിക്കറ്റ് എടുത്താൽ ഞാൻ കയറിയപ്പോൾ. ഓക്കെ, പറഞ്ഞില്ല. ഒരു കാര്യം കൂടി, ഈ സൗപർണിക നദി ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണോ? ഭക്തർക്ക് അറിയാൻ വേണ്ടി, ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണോ ഈ സൗപർണിക നദി? വിനോദ്, ക്ഷേത്രത്തിനടുത്ത് തന്നെ 1 കിലോമീറ്റർ കഷ്ടി 1 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് അങ്ങോട്ടേക്ക്. അവിടത്തേക്ക് ദേവി എഴുന്നള്ളി പോയിക്കൊണ്ടാണ് ഇത്തരമൊരു ചടങ്ങ് അവിടെ നടക്കുക. ഇന്ന് ഈ ആറാട്ടിന് ശേഷം ഓലക മണ്ഡപത്തിലാണ് ദേവി വിഗ്രഹം അവിടെ ഉണ്ടാവുക. അതിന് ശേഷം നാളെ രാവിലെയാണ് പ്രത്യേക പൂജകൾക്ക് ശേഷം ഈ ക്ഷേത്രത്തിലേക്ക് വരിക. നമ്മളിപ്പം കുറച്ച് ഭക്തന്മാർ കൂടിയുണ്ട്. കുളത്തൂർ, തിരുവനന്തപുരം കുളത്തൂർ. ഒരുപാട് തിരുവനന്തപുരംകാരൊക്കെ പരിചയപ്പെട്ടു. കോലത്തൂർ ക്ഷേത്രം അവിടെ നിന്ന് വരിക. ആദ്യമായിട്ട് വരികയാണോ? അല്ലല്ല, ഞങ്ങൾ ഉത്സവത്തിന് ആദ്യമായിട്ടാണ്, അല്ലാതെ സ്ഥിരമായിട്ട് വരാറുണ്ട്. എല്ലാ മാസവും വരാറുണ്ട്. ചില ആൾക്കാരുണ്ട് അങ്ങനെ എല്ലാ മാസം 1-ാം തീയതി വരുന്ന ആൾക്കാരുണ്ട്. അല്ല, അങ്ങനെയല്ല. അത് നമ്മൾ സൗകര്യം കണക്കാക്കി. പക്ഷേ അങ്ങനെ സൗകര്യത്തിനനുസരിച്ച് പറ്റാറുണ്ടോ? എനിക്ക് പറ്റാറുണ്ട്. അമ്മ വിളിക്കും, വരും. ഞാനിപ്പോൾ വന്നിട്ട് തീർച്ചയായിട്ടും 3-ാമത്തെ പ്രാവശ്യമാണ്. മാസം തോറും നമ്മുടെ സ്നേഹിതൻ അവിടെ നിന്ന് വരാറുണ്ട്, പുള്ളിയുടെ കൂടെ ഇനി വരാറുണ്ട്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ കൊലത്തേര ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ഇവിടെ നിന്ന് ഇറങ്ങി ആറാട്ട് കഴിഞ്ഞ് ഞങ്ങൾ ആഘോഷിച്ചിട്ട് നേരെ ചെന്ന് ഞങ്ങളുടെ ഭഗവാന്റെ അടുത്ത കൊടിയേറ്റ് ഉത്സവത്തിന് അതിലും പങ്കെടുക്കുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ, ഞങ്ങളുടെ നാട്ടുകാർക്ക് കോലത്തേര ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ദേശീയ ഉത്സവമായിട്ടാണ് അവിടെ ഉള്ളത്. ഇവിടെ വരാനും ഇവിടെ അമ്മയെ അടുക്ക ഇത്രയും ദിവസം നിൽക്കാനും സാധിച്ചത് തന്നെ വലിയ പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മളിവിടെ ആണല്ലോ. ഞാൻ എല്ലാ മാസം 10 ദിവസം ഇവിടെ ഉണ്ട്. അമ്മയുടെ എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായി ഇവിടെ നിന്ന് വിളിക്കും, നമ്മളിവിടെ എത്തും. ഇപ്പം അടുത്ത നെക്സ്റ്റ് വരുന്നത് 2-ാം തീയതി, 4-ാം തീയതി ചണ്ഡീ ഹോമമുണ്ട്. അപ്പം ഏപ്രിൽ 2-ാം തീയതി തന്നെ ഇവിടെ എത്തും. 4-ാം തീയതി ചണ്ഡീ ഹോമമുണ്ട്. 2-ാം തീയതി 1-ാം തീയതി അവിടെ നിന്ന് കയറി 2 എത്തി 2, 3, 4, 5 ഇവിടെ ഉണ്ട്. 4-ാം തീയതി ചണ്ഡീ ഹോമം കഴിഞ്ഞ് പിറ്റേ ദിവസം പൂജയും കണ്ടിട്ടേ പോകത്തുള്ളൂ. ഞാൻ സ്ഥിരം വരാറുണ്ട്. എല്ലാവരും തിരുവനന്തപുരം കോലത്തേര. ക്ഷേത്രത്തിൽ ശ്രീനാരായണ തുടങ്ങും 17-ാം തീയതി. ഇത് കോലത്തുകര ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ എല്ലാം തിരുവനന്തപുരംകാരാണ്. അപ്പോൾ ഒരുപാട് നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ ഒരുപാട് തിരുവനന്തപുരംകാരെ പരിചയപ്പെട്ടു. എല്ലാവരും വളരെ ദൂരത്തു നിന്നൊക്കെയാണ് ദേവീ ദർശനത്തിനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും നമുക്കറിയാം ഈ ഉത്സവ സമയത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഉത്സവ സമയത്ത് ദേവിയെ ഒന്ന് വണങ്ങാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ തൊഴാൻ സാധിക്കുന്നതൊക്കെ മഹാഭാഗ്യം തന്നെയാണ്. നമ്മൾ ഈ നദിയെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഈ പ്രേക്ഷകർ ഈ നദിയെപ്പറ്റി കൃത്യമായി അറിയാവുന്നവരുണ്ട്. ഡി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നു, കർണാടകയിലെ അംബാവനത്തിൽപ്പെടുന്ന കുടജാദ്രി കുന്നുകളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഒരു നദിയാണ് സൗപർണിക. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സാന്നിധ്യമാണ് നദിയുടെ പ്രസിദ്ധിക്ക് കാരണം. എന്തായാലും ഈ സൗപർണിക നദിയെപ്പറ്റി ഒരു സ്റ്റോറി കൂടി അവിടുന്ന് വരുമ്പം അതും കൂടി ഒന്ന് ചെയ്യണം മിഥുൻ പിള്ള. നമുക്ക് പ്രേക്ഷകർക്ക് ഈ നദിയെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും മിഥുൻ കുറേ ദിവസങ്ങളായി അവിടെ ഉണ്ട് അല്ലേ, ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി. നമുക്ക് വൈകിട്ട് 7 മണിക്കാണ് ദേവിയുടെ തിരു ആറാട്ട് നടക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടാവും. അതുമാത്രമല്ല രാഹി, ഈ നമ്മൾ ഈ ക്ഷേത്രവും ഈ നദിയെപ്പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ വളരെ പ്രസിദ്ധമായ ഗാനം ഉഷാദല്ലൂർ അത് ഓർത്തെടുക്കുന്നുണ്ട്. സൗപർണിക മൃത വീജികൾ പാടും അല്ലേ, വളരെ മനോഹരമായ യേശുദാസ് ആലപിച്ച ഗാനം. ഇന്നത്തെ
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിൻ്റെ വരികളാണ് രവീന്ദ്രൻ്റെ സംഗീതത്തിൽ പറഞ്ഞ അതിമനോഹരമായ ഗാനം. മിഥുൻ, അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നല്ല തിരക്കാണ്, അല്ലെങ്കിലേ തിരക്കാണ്. ഈ ഉത്സവ സമയം കൂടി ആകുമ്പോൾ ഒരുപാട് ഭക്തർ അവിടേക്ക് ഒഴുകിയെത്തും. ആ തിരക്ക് നമ്മൾ ഇന്നലെയും കണ്ടതാണ്. എങ്ങനെയാണ് ക്ഷേത്ര സമയ ക്രമീകരണത്തിൽ മാറ്റങ്ങളുണ്ടോ? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കും. രാഖി, ഇന്നിപ്പോൾ ഉത്സവത്തോടനുബന്ധിച്ചുള്ള തിരക്കാണ്. നമുക്കറിയാം നാളെ സമാപിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഒരുപാട് ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു സാധ്യത തന്നെയാണ്. ഒരുപാട് ഇപ്പോൾ തന്നെ വലിയ നട തുറന്ന സമയമാണ്. ആൾക്കാർ ഈ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നൊരു സമയം തന്നെയാണ്. വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ സമയത്തും മൂകാംബികയിൽ എനിക്കൊന്ന് ശനിയും ഞായർ ദിവസങ്ങളിലും ഈ ഉത്സവ സമയങ്ങളിലൊക്കെ വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത്. ഒരുപാട് ജനങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ദേവിയെ ഒരു നോക്ക് കാണുവാനായി എത്തുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും ദിവ്യമായി കാണുന്ന ഈ രഥോത്സവ സമയത്ത് ആ രഥത്തിൽ കെട്ടിയിരിക്കുന്ന വടത്തിലൊന്ന് സ്പർശിക്കാൻ തന്നെ കൊതിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ രഥോത്സവ സമയത്തേക്ക് മാത്രമായി ഇവിടെ എത്തുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ എല്ലാം മൂകാംബിക ദേവിയെ സംബന്ധിച്ച് എല്ലാം പവിത്രമായി കാണുന്നതാണ് ഭക്തർ. അതുകൊണ്ട് തന്നെ ഏതൊരു ആഘോഷ നിമിഷങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളത് സംബന്ധിച്ച് ഭക്തരെ സംബന്ധിച്ച് വളരെ ഒരു പുണ്യ നിമിഷമായിട്ട് അവർ കാണുകയും ചെയ്യുന്നുണ്ട്. അതിലും അത്തരത്തിൽ വലിയ തിരക്ക് നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ പ്രത്യേക പൂജകളൊക്കെ തുടങ്ങുക. പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ദേവിയെ ഇവിടെ നിന്ന് ഈ സവർണിക നദീതീരത്തെ ഉലക മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുക. തുടർന്ന് അവിടെ ഈ ആറാട്ടിന് ശേഷം ദേവി അവിടെ തന്നെ വിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. അതിനുശേഷം നാളെ പുലർച്ചയോടുകൂടി ദേവിയെ ഉലക മണ്ഡപത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് തിരിച്ച് എഴുന്നള്ളിക്കും. തുടർന്ന് രാവിലെ 9 മണിയോടുകൂടി ഈ കൊടി താഴ്ത്തുന്നതോടുകൂടി ഈ ഒരു ഉത്സവാഘോഷ ചടങ്ങുകൾക്ക് സമാപനമാകും. ഇനി ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പ് കൂടിയാണ് ഈ ഒരു മഹാരഥോത്സവത്തിന് വേണ്ടിയുള്ള ഒരു വർഷത്തെ കാത്തിരിപ്പ് കൂടിയാണ് ഭക്തരെ സംബന്ധിച്ച് ഉണ്ടാവുക. രാഖി.